1,25,000 വോട്ടിന്. കെ സുധാകരൻ തോറ്റുപോകും. കെ സുധാകരൻ ജയിച്ചത് 1 ലക്ഷം വോട്ടിന് പാർലമെന്റിൽ. വി കെ ശ്രീകണ്ഠൻ പാലക്കാട് 3-ാം സ്ഥാനത്ത് പോകും. സർവേയാണ്. ശ്രീകണ്ഠൻ 85,000 വോട്ടിന് ജയിച്ച് പാർലമെന്റിലേ ഇരിക്കുന്നത്. 2019 എറണാകുളത്തെ ഒരു സർവേ, ഇപ്പോഴത്തെ ഈ സർവേ നടത്തണമാരാ, അതിലെ സർവേ പറയാണ് പി രാജീവ് ഹൈബി ഈഡനെ തോൽപ്പിക്കും. ഹൈബിയുടെ അന്ന് ജയിച്ച എത്ര വോട്ടിനാണെന്നറിയാമോ? 2019 1,60,000 വോട്ടിന്. ഈ പ്രാവശ്യം ജയിച്ച 2.5 ലക്ഷം വോട്ടിന്. ഇതാണ് സർവേ. ഇതൊക്കെ വല്ല കുപ്പത്തൊട്ടിക്കൊണ്ടിട് സർവേ. ജനങ്ങളുടെ സർവേ ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ജനങ്ങളുടെ സർവേ. നമ്മുടെ ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റും ജനങ്ങളാണ് ഇറങ്ങുന്നത്. ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ജനങ്ങൾ. ഈ വർഗവഞ്ചകരെ, ഈ കർഷക വഞ്ചകരെ, ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ചവരെ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ എല്ലാം പറഞ്ഞില്ലാന്നേ ഉള്ളൂ. മൂന്നാറിലെ ഇങ്ങോട്ട് നാഷണൽ ഹൈവേയുടെ വിഷയം എന്താ പറഞ്ഞത്? വനം വകുപ്പ് പറഞ്ഞു അത് വനഭൂമിയാണെന്ന്, റവന്യൂ വകുപ്പ് പറഞ്ഞു റവന്യൂ ഭൂമിയാണെന്ന്. ഒരേ സർക്കാരിലെ 2 വകുപ്പ് കോടതി ചെന്ന് പറഞ്ഞ കോടതി കളിയാക്കി വിട്ടു. ഈ സർക്കാരിനെ കോടതി കളിയാക്കി വിട്ടു. അതിലൊക്കെ സർക്കാരിനൊരു നിലപാടുണ്ട്. അത് റവന്യൂ ഭൂമിയാണ്, അതിലൂടെ റോഡ് പണിതിരിക്കും UDF സർക്കാർ. അതുപോലെ മൂന്നാർ മേഖലയിൽ പലർക്കും ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അതിനൊക്കെ മണിക്കൂറുകൾക്കകം UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന തീരുമാനമുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മാനിഫെസ്റ്റോയിൽ ഏറ്റവും കൂടുതൽ UDF പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ജില്ല, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇടുക്കി ജില്ലയാണ്. ഈ സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, സ്വന്തം ഭൂമിയിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, പട്ടയം കിട്ടാതെ, ഭൂമി ഒന്ന് പണയപ്പെടുത്താൻ പറ്റാതെ, സ്വന്തം മകളുടെ വിവാഹത്തിന് പോലും ഒരു 5 ലക്ഷം രൂപ ലോൺ എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുള്ള ജില്ലയാണ്. ഈ ജില്ലയാണ് കേരളത്തിലെ UDFന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി. സമയബന്ധിതമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഞങ്ങൾ ഇതിനു മുമ്പ് വാക്ക് തന്നാണ്, ആ വാക്ക് മറന്നിട്ടില്ല എന്നതാണ് UDFന്റെ മാനിഫെസ്റ്റോയിൽ ഉള്ളത്. നിങ്ങൾ ആരെ വേണമെങ്കിലും